ദ ജേർണലിസ്റ്റിലേക്ക് യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോൾ ഇറാനെ എങ്ങനെ വീഴ്ത്താൻ കഴിയും, എങ്ങനെ ഇറാൻ പിടിച്ചെടുക്കാൻ കഴിയും, എത്ര നാൾ കൊണ്ട് ഈ യുദ്ധം വിജയിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അമേരിക്കയ്ക്ക് ഒരു പിടിപാടുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 3-4 ആഴ്ച നീണ്ടു നിൽക്കുന്നൊരു യുദ്ധമായിരിക്കും ഉണ്ടാവുക എന്നാണ്. എന്നാൽ ഇപ്പോൾ ആ സമയപരിധി ട്രംപ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 8 ആഴ്ച അഥവാ 2 മാസമെങ്കിലും വേണ്ടിവരും തങ്ങൾ വിചാരിച്ചതുപോലെ ഇറാനിൽ തങ്ങൾക്ക് വിജയം നേടാനെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അതിനി 4 മാസമാകാം, 6 മാസമാകാം, ചിലപ്പോൾ 1 വർഷമാകാം. ഇതൊന്നും നടക്കില്ലെന്ന് കണ്ട് 2-3 ദിവസം കൊണ്ട് ട്രംപ് ഞങ്ങൾ വിജയിച്ചേ എന്നും പറഞ്ഞ് ഏകപക്ഷീയമായി പൊടിയും തട്ടി തിരിച്ചും പോകാം. അത്തരത്തിൽ ട്രംപും നെതന്യാഹുവും വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല എന്ന നിലയിലേക്ക് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ മുഴുവൻ മാറ്റിയെടുക്കാൻ ഇറാന് അതിവേഗത്തിൽ സാധിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധചിത്രത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കാര്യം. അതായത് വളരെ വേഗത്തിൽ ഇറാനെ ആക്രമിച്ച് ആദ്യം ട്രംപ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്, ഒരു പരിമിതമായ യുദ്ധമേ ഉണ്ടാകൂ എന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ആ പരിമിതമായ യുദ്ധം എന്ന നിലയിലേക്ക് യുദ്ധം ആരംഭിച്ചു. പക്ഷേ അതിനുശേഷം ഇറാൻ നിർത്താതെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങിയതോടെ അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമായി. ഡൊണാൾഡ് ട്രംപിന് അത് വലിയ വെല്ലുവിളിയായി. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കില്ല എന്ന് ട്രംപ് തിരിച്ചറിയുന്നു. ഒപ്പം അറബ് കേന്ദ്രങ്ങളിലേക്ക്, US-ൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുന്നു. അമേരിക്കയുടെ റഡാറുകൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ 10ഓളം കപ്പലുകൾ ഇതോടകം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ 4 കപ്പലുകൾ പൂർണ്ണമായും അഗ്നിക്കിരയായി എന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ അവകാശവാദമായി പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് ഐറിസ് ദേര എന്ന് പറയുന്ന കപ്പൽ ആക്രമിച്ചു തകർത്തു. അതിനെ നാവികരെ കൊലപ്പെടുത്തി. അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടിട്ട് ആ കപ്പൽ ഇപ്പോൾ എവിടെ പോയി എന്നത് സംബന്ധിച്ച് അമേരിക്ക ഒരു അക്ഷരവും മിണ്ടുന്നില്ല. ആ കപ്പലിൽ നിന്നൊരു ആക്രമണം പോലും ഇറാനിലേക്ക് നടന്നതായി അറിയില്ല. പക്ഷേ ആ കപ്പലിൻ്റെ ഒപ്പമുള്ള ഡിസ്ട്രോയർ ബോട്ടുകളിൽ ചിലത്, അല്ലെങ്കിൽ ഡിസ്ട്രോയർ കപ്പലുകളിൽ ചിലത് തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുമുണ്ട്. അതായത് പലതരത്തിലും വാർത്തകൾ പുറത്തു വരാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതായത് ഇറാനെ തങ്ങൾ ആക്രമിച്ചു, ഇറാനെ ഇല്ലാതാക്കി, ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അമേരിക്ക പ്രഖ്യാപിക്കുമ്പോൾ ഇറാന്റെ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി, ഏതൊക്കെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, അന്താരാഷ്ട്ര തലത്തിൽ അതായത് ഹോർമുസ് കടലിടുക്കിൽ ഏതൊക്കെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യം വെച്ച് ആക്രമണമുണ്ടായി, ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ എന്തൊക്കെ അസറ്റുകൾ തകർന്നു, ഇസ്രായേലിനുള്ളിൽ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഔദ്യോഗികമായി എവിടെയും പുറത്തു വരുന്നില്ല. അതേസമയം ഇറാനിലെ മരണസംഖ്യ, ഇറാനിൽ സൈനിക കേന്ദ്രങ്ങൾ തകർത്തത്, അല്ലെങ്കിൽ ഇറാനിൽ വലിയ നാശനഷ്ടമുണ്ടാക്കി എന്നൊക്കെ അമേരിക്കയും ഇസ്രായേലും ആവർത്തിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാനെ പരിപൂർണമായി തകർത്തു എന്ന നിലയിൽ ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ഏതാണ്ട് 80 മുതൽ 90% വരെ വരുന്ന സൈനിക ശേഷി ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, മിസൈൽ ലോഞ്ച് പാഡുകളില്ല, മിസൈലുകൾ ശേഖരിച്ചു വെച്ചിരുന്ന യുദ്ധപ്പുരകൾ തകർത്തു എന്നൊക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞ് 12-24 മണിക്കൂറൊക്കെ പിന്നിടുമ്പോഴേക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക കാണുന്ന ഇറാന്റെ ആയുധപ്പുരകളോ സൈനിക കേന്ദ്രങ്ങളോ മിസൈൽ ലോഞ്ച് പാഡുകളോ ഒന്നുമല്ലാതെ പരിപൂർണ രഹസ്യമായിരിക്കുന്ന ഇറാന്റെ വലിയ സൈനിക ശക്തി കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം മനസ്സിലാക്കുന്നത്. അത് തെളിയിക്കുന്ന വിധത്തിൽ ഇറാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ഞങ്ങൾ നിരന്തരമായി യുദ്ധത്തിന് തയ്യാറാണ്, എത്ര നാൾ വേണമെങ്കിലും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണ്, അതിനുള്ള എല്ലാം ഇവിടെ സജ്ജമാണ്, നിങ്ങൾ കരയുദ്ധത്തിന് വരൂ എന്ന നിലയിലാണ് അമേരിക്കയോടൊരു വലിയ വെല്ലുവിളി ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ ഒരു ദീർഘനാൾ നീണ്ട യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇറാനല്ല ഈ യുദ്ധം തുടങ്ങി വെച്ചത്, അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. നമുക്കൊക്കെ അറിയാം, പശ്ചിമേഷ്യയെ മുഴുവൻ വലിയ നാശത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ, വലിയ ആശങ്കയിലേക്കും അശാന്തിയിലേക്കും തള്ളിവിടുന്ന വിധത്തിൽ ഇത്രയും വലിയ ഒരു യുദ്ധം തുടങ്ങി വെച്ചത് ട്രംപും നെതന്യാഹുവും മാത്രം തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. സമാധാനം തുടരാൻ വേണ്ടിയിട്ടുള്ള, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ആണവ ചർച്ചയിൽ
പങ്കെടുക്കാൻ തയ്യാറാണ് എന്നും തങ്ങളുടെ നിലപാടുകൾ ഇന്നതൊക്കെയാണെന്നും ചർച്ചയുമായി ഇനിയും ഞങ്ങൾ സഹകരിക്കുമെന്നും പറഞ്ഞ ഇറാനെയാണ് ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചതിച്ച് ആക്രമിച്ച് അതിൻ്റെ ഭരണാധികാരിയെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അത്തരം കൊടിയ നീക്കങ്ങൾ, അപ്പോൾ അത്തരത്തിൽ കുതന്ത്രങ്ങളിലൂടെയുള്ള നിലപാട് അല്ലെങ്കിൽ തങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുന്ന വിധത്തിലേക്ക് ഒക്കെ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇറാൻ പറയുന്നത് നിങ്ങൾ കരയുദ്ധത്തിന് വന്നാലും ഞങ്ങൾ തിരിച്ചടിക്കും, ഏറെക്കാലം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നാണ്. ഇവിടെ പലരും പറയുന്നത് കേട്ടു ഇറാൻ തീർന്നു തകർന്നു എന്നൊക്കെ ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതായത് ഇറാന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇറാനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇറാനിൽ ആയിരക്കണക്കിന് പേർ മരിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇറാൻ്റെ ആക്രമണങ്ങളിൽ കുറവൊന്നും വന്നിട്ടില്ല. ആ ആക്രമണങ്ങളിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ, പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് ഇസ്രായേലും അമേരിക്കയും നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന ചില ചിത്രങ്ങൾ അത് ഇസ്രായേലിനുള്ളിൽ സംഭവിച്ച അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ്. അപകടങ്ങളെന്ന് വെച്ചാൽ ഇറാൻ ആക്രമണത്തിലുണ്ടായ വലിയ തകർച്ചയുടെ ദൃശ്യങ്ങളാണ്. ബഹുനില കെട്ടിടങ്ങൾ നിന്ന് കത്തുന്നു, കത്തിക്കരിഞ്ഞ് കിടക്കുന്നു, വാഹനങ്ങൾ റോഡുകളിൽ സ്ഫോടനത്തിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇനിയൊരു 8 മാസത്തേക്ക് കൂടി യുദ്ധം ചെയ്യേണ്ടി വരും ഇറാനിൽ കാര്യങ്ങൾ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ ഇറാനെ പിടിച്ചെടുക്കാനെന്ന്. അപ്പോൾ സംഭവം എളുപ്പമല്ല എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇറാൻ്റെ നാവികശേഷിയും വ്യോമസേനയെയും പൂർണ്ണമായി തകർക്കും എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. യുദ്ധം 2 മാസം കൂടി നീളും, ഇറാൻ്റെ ശേഷി ഞങ്ങൾ ഓരോ മണിക്കൂറിലും കുറയ്ക്കും, ഇറാൻ്റെ 24 കപ്പലുകൾ തകർത്തു എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പോൾ എയർഫോഴ്സും എയർ ഡിഫൻസും കപ്പലുകളും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം ഇറാൻ ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് മേഖലയിലേക്ക് ഞങ്ങൾ കൂടുതൽ സൈന്യത്തെ അയച്ച് ഇറാനെ ഞങ്ങൾ പൂർണ്ണമായി ആക്രമിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ട്രംപ് നടത്തുന്നു. അതിനുശേഷം ഇനി അടുത്തത് ക്യൂബയിലേക്കാണെന്നും ട്രംപ് പറയുന്നു. ആശാൻ ഇത് നിർത്താനുള്ള ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്കും യുദ്ധങ്ങളിലേക്കും ക്ഷാമത്തിലേക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും ഒക്കെ നയിക്കുന്ന വിധത്തിലേക്ക് ട്രംപ് ഒരു വശത്ത് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇറാൻ കൃത്യമായി കെണിവെക്കുകയാണ് ട്രംപിന്. അതായത് കരയുദ്ധത്തിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കരയുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാൻ 7 ലക്ഷത്തോളം സൈനികരുണ്ട്, ദശലക്ഷക്കണക്കിന് ജനങ്ങൾ, ഇറാനിയൻ ജനത യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ ആ ബ്ലോക്ക് അങ്ങനെ തുടരുമ്പോൾ എണ്ണക്ഷാമം രൂക്ഷമാകും. എണ്ണ ഉൽപ്പാദനം നടത്തുന്ന രാജ്യങ്ങൾക്ക് അത് വിൽക്കാൻ കഴിയാതെ വരും. അറബ് രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ട്രംപാണ്. എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഡോളർ കൂപ്പുകുത്തും, അമേരിക്കയുടെ കാര്യം പരുങ്ങലിലാകും. കാരണം ഈ എണ്ണ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വിനിമയം മുഴുവൻ ഡോളറിലാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വലിയ പ്രശ്നമുണ്ടായാൽ വലിയ തോതിലുള്ള തിരിച്ചടി ട്രംപിനെ കാത്തിരിക്കുകയാണ്. അതായത് ഈ യുദ്ധം ഇങ്ങനെ കൂടും തോറും, ദിവസങ്ങൾ കൂടും തോറും, യുദ്ധത്തിൻ്റെ കാലയളവ് കൂടും തോറും ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുന്നു, ഇസ്രായേലും പറയുന്നുണ്ട്. ഇറാൻ തിരിച്ചടിക്കാൻ സന്നദ്ധരുമാണ്. പക്ഷേ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഫിസിക്കലായിട്ടല്ല, സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിയാത്ത വിധത്തിലുള്ള തകർച്ചയിലേക്ക് പോകുന്നത് ഈ പ്രൊഡക്റ്റീവായി നിൽക്കുന്ന രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടി വരും അമേരിക്കയിലേക്ക്. എന്ന് മാത്രമല്ല അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരുമ്പോൾ ട്രംപിന് അങ്ങനെ എളുപ്പത്തിൽ ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ അധികകാലം കഴിയില്ല. അതൊക്കെ ഇറാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്ന് വേണം കരുതാൻ. കാരണം ഇറാനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. അവിടെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിലും രൂക്ഷമാണ്, ഒരു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി എങ്ങനെയും ശത്രുവിന് ആഘാതം ഏൽപ്പിക്കുക, ശത്രുവിന് പ്രഹരം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കപ്പലുകൾ നിന്ന് കത്തുന്ന സാഹചര്യം തുടരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വാണിജ്യ കപ്പലുകൾ ചരക്ക് നീക്കത്തിന് ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ കപ്പലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കും. കാരണം കപ്പലുകൾക്ക് അത്രയും കോടാനുകോടി രൂപ വിലയുള്ള കപ്പലുകളാണ്. അപ്പോൾ കപ്പലിൻ്റെ ഉടമകൾ അല്ലെങ്കിൽ കമ്പനികൾ ഇപ്പോൾ ഈ ഒരു യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സേഫായിട്ടുള്ള റൂട്ടാണെന്ന് പറഞ്ഞാലും അവർ ഒന്നും അടിക്കും പോകാൻ. അപ്പം അങ്ങനെ കപ്പൽ ഗതാഗതം താറുമാറാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോകത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അങ്ങനെ സകല മേഖലയിലും അമേരിക്ക തകരാൻ പോകുന്നതിൻ്റെ സാധ്യതകൾ, ഡോളർ കൂപ്പുകുത്തുന്നതടക്കം, ഓഹരി വിപണികൾ ഇടിയുന്നതടക്കം, ബാങ്കിങ് മേഖലയും സാമ്പത്തിക മേഖലയും ഒക്കെ തകരുന്നതടക്കം നിരവധി 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 പ്രതിസന്ധികൾ ഈ യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഈ 2 മാസത്തോളം യുദ്ധമൊക്കെ തുടരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ ദുരന്തമായി മാറും. ഒരു പക്ഷേ അങ്ങനെ യുദ്ധം നീളട്ടെ എന്ന് തന്നെയായിരിക്കും ഇറാനും കരുതുന്നത്. ഇറാൻ്റെ ഇപ്പോൾ വെല്ലുവിളി അങ്ങനെയുള്ളതാണ്. എത്ര നാൾ നീണ്ട യുദ്ധത്തിനാണെങ്കിലും ഞങ്ങൾ സജ്ജരാണ്, കരയുദ്ധത്തിനും ഞങ്ങൾ റെഡിയാണ് എന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്കയെ ഒരു വലിയ കുരുക്കിലേക്ക് വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണോ അത് എന്നും ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇറാനെ ഉടനടി തീർത്ത് കളയാമെന്ന ലക്ഷ്യം നടക്കില്ല എന്ന്
അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. 2 മാസമെങ്കിലും നീണ്ട യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക കോപ്പുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.